മഹാറാണി സിൽക്സ് നിലമ്പൂർ കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ. പൊതുജന സേവനത്തിന് കൂടുതൽ സമയം നീക്കിവെച്ച് ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ്. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരുടെ തൊഴിൽ ദിനങ്ങൾ നഷ്ടമാകാതിരിക്കാൻ ഇവർക്കായി ദിവസേന 2 മണിക്കൂർ നീക്കിവെക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കാട്ടിച്ചിറയിലെ അംഗനവാടിയിലെ ചോർച്ച അടക്കാൻ പ്രസിഡന്റ് തന്നെ കഴിഞ്ഞ ദിവസം തൊഴിലാളിയായി മാറിയിരുന്നു. കൂലിപ്പണിക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ദിവസവും 2 മണിക്കൂർ മാറ്റിവെക്കുകയാണ് ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. തന്റെ സേവനം സാധാരണ തൊഴിലാളികൾക്ക് ഉറപ്പുവരുത്താൻ വൈകിട്ട് 5 മുതൽ 7 വരെ സമയം കണ്ടെത്തിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കൂലിപ്പണിക്ക് പോകുന്നവർ, ടാപ്പിംഗ് തൊഴിലാളികൾ, കർഷകർ തുടങ്ങിയവർ തങ്ങളുടെ ജോലി ലീവാക്കിയാണ് വിവിധ ആവശ്യങ്ങൾക്കും പരാതികൾക്കുമായി പഞ്ചായത്ത് ഓഫീസിലെത്തുന്നത്. ആധാർ കാർഡ് തിരുത്തൽ, വിവിധ പെൻഷനുകളുടെ സാക്ഷ്യപത്രങ്ങൾ തുടങ്ങിയവയ്ക്കായി എത്തുന്നവർക്ക് സർക്കാർ പരിപാടികളിലും പരിശീലനങ്ങളിലും പൊതുപരിപാടികളിലും പങ്കെടുക്കേണ്ടതിനാൽ കൃത്യസമയങ്ങളിൽ ഇക്കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വൈകിട്ട് 5 മുതൽ 7 മണിവരെ തൊഴിലാളികൾക്കായി സമയം കണ്ടെത്താൻ പ്രസിഡന്റ് തീരുമാനിച്ചത്. പണി ഒഴിവാക്കാതെ വൈകിട്ട് പഞ്ചായത്ത് ഓഫീസിലെത്തി പൊതുജനങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾ സാധിക്കാനുള്ള അവസരമാണ് ഇപ്പോഴുള്ളത്. നിരവധി ആളുകളാണ് ഈ സേവനങ്ങൾ ഇപ്പോഴും പ്രയോജനപ്പെടുത്തുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഒരുപാട് അധികാരങ്ങളാണ്. ഒന്ന്, പ്രത്യേകിച്ച് ആധാർ കാർഡിൽ സ്ഥലം മാറ്റാനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഫോമിൽ ആ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മാത്രമേ സൈൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരുപാട് സാക്ഷ്യപത്രങ്ങൾ, റേഷൻ കാർഡ് ആയിക്കോട്ടെ, മറ്റു പുനർവാതിര ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികളുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ, സാക്ഷ്യപത്രം കൊടുക്കേണ്ട ഒരു അധികാരി എന്ന നിലയ്ക്ക് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധികാരമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മലപ്പുറത്തായാലും പെരിന്തൽമണ്ണ ആയാലും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ മീറ്റിങ്ങുകളും കാര്യങ്ങളും പുതിയ സമയം എന്നുള്ള ഈ ഒരു പുതിയ ഭരണസമിതി വരുമ്പോൾ അതിൻ്റെതായ ഒരു ക്ലാസ്സുകളായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലാണ്. അപ്പോൾ നമ്മളെ ആളുകൾ, ഈ നാട്ടിലെ ആളുകൾ നമ്മളെ വിളിക്കുമ്പോൾ അവർ പറയാണ് ദൈവമാക്കിയെന്ന് വന്നത് അതിൻ്റെ ഒപ്പ് കിട്ടാൻ വേണ്ടി അറിയുമ്പോൾ അങ്ങനെ വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് അവരെ എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായ ഒരു അവസരത്തിലാണ് ഇങ്ങനൊരു ചിന്ത വന്നത്. എന്തുകൊണ്ട് വൈകുന്നേരം 5 മണിക്ക് ശേഷം ഒരു 7 മണിയൊക്കെ വരെ ഇരുന്നാൽ നമ്മുടെ ആളുകൾക്ക് പ്രതിസന്ധി ഒരുപാട് സഹായമാവും എന്നുള്ള ഒരു ഉദ്ദേശം വന്നതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു കാര്യങ്ങൾ ഓർമ്മ വന്നു. തീർച്ചയായിട്ടും അപ്പോൾ സമയം കിട്ടാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ ഈ 2 മണിക്കൂർ കൂടി കൂട്ടിവെക്കുമ്പോൾ അത് ഞങ്ങളുടെ സമയത്ത് വലിയൊരു കുറവ്. തീർച്ചയായും പക്ഷേ ജനങ്ങളുടെ കാര്യമാണ് വലുത് എന്നുള്ള ഒരു ബോധം ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അതിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ രാവിലെ സമയത്താണ് ഞാൻ വാർഡുകളിൽ കൂടുതലും പോകുന്നത്. 10 മണിക്ക് മുന്നേ രാവിലെ ഇറങ്ങിയിട്ട് വാർഡുകൾ സന്ദർശിക്കും. അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യാണ്. തീർച്ചയായിട്ടും ജനങ്ങളൊപ്പം തന്നെയാണ് നമ്മൾ. കഴിഞ്ഞ ദിവസം കാട്ടിച്ചിറയിലെ അംഗനവാടിയിലെ ചോർച്ച അടക്കാൻ പ്രസിഡന്റ് തന്നെ മുന്നിട്ടിറങ്ങിയിരുന്നു. അംഗനവാടിയിലെ പൊട്ടിയ ഓട് മാറ്റാൻ വേണ്ടിയാണ് പ്രസിഡന്റ് മുന്നിട്ടിറങ്ങിയത്. പിന്നില്ലേ അത്രയും നല്ല വൃത്തിയിൽ മുൻപ് താൻ ചെയ്തിരുന്ന ജോലിയാണിതെന്നും അതിനാൽ തന്നെ കുട്ടികൾക്ക് ചോർച്ചയില്ലാതെ അംഗനവാടിയിൽ ഇരുന്ന് പഠിക്കാനാണ് തന്റെ സഹപ്രവർത്തകനായ റിയാസ് മെമ്പറോടൊപ്പം അംഗനവാടിയിലെ പൊട്ടിയ ഓടുകൾ മാറ്റി സ്ഥാപിച്ചതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. നമ്മള് ഈ അംഗനവാടികൾ, സ്കൂളുകളൊക്കെ ഇപ്പോൾ മഴ തുടങ്ങണം, കാലാവസ്ഥ പ്രതികൂലമായ കാര്യത്തിൽ നമ്മൾ എല്ലാ സ്കൂളുകളിലും അംഗനവാടികളും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചുങ്കത്രയിലെ കാട്ടിച്ചിറ അംഗൻവാടി, അതായത് സൽമാ മെമ്പർ പറഞ്ഞു അങ്ങനെ അംഗൻവാടി ഓരോരോ അംഗൻവാടിയിൽ പോകുമ്പോൾ അതാത് പ്രദേശത്തെ വാർഡ് മെമ്പർ കൂടി വിളിക്കും. അങ്ങനെ ഞാനും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിയാസും അതുപോലെ തന്നെ ആ വാർഡിലെ മെമ്പറും സൽമ അവരും ഞങ്ങൾ ആ അംഗൻവാടി സന്ദർശിച്ചു. ആ അംഗൻവാടി സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ബിനി മോൾ എന്ന് പറഞ്ഞ ടീച്ചറും അതുപോലെ മോളി എന്ന് പറഞ്ഞ ഹെൽപ്പറും ഉണ്ടായിരുന്നു. അപ്പോൾ അടിയന്തരമായിട്ട് എന്താ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആ ടീച്ചർ പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം ഞങ്ങൾക്ക് ആ മുകളിലെ ആ ഓട് കാണിച്ചു കൊണ്ട് ഏകദേശം ഒരു 6 ഓടുകളോ പൊട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മൂലോട് വരുന്ന സ്ഥലം ഒന്ന് ഇളകിയിട്ട് ചോരാണ്. കുട്ടികളുടെ ഏകദേശം ചെറിയൊരു മഴയുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ
പിന്നെ വെള്ളം വന്നിട്ട് അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. അതാണ് ഏറ്റവും അടിയന്തരം. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് അടിയന്തര പ്രാധാന്യം എന്നുള്ളതാണ്. ഒരാളെ വിളിച്ചതാക്കുമ്പോൾ ഞാൻ പഠിച്ച ഒരു തൊഴിൽ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഒപ്പം കൂടെ നിന്ന റിയാസ് മെമ്പർ, അതുപോലെ തന്നെ അവിടുത്തെ നമ്മളെ വെൽഫെയർ കമ്മിറ്റി അംഗം ആയിട്ടുള്ള ഷാജി, അതുപോലെ വാർഡ് മെമ്പർ ഉൾപ്പെടെ ഞങ്ങൾ എന്ത് വെച്ചാൽ ആ സ്പോട്ടിൽ ഞാൻ എൻ്റെ തൊഴിൽ ഒന്നുകൂടി പിന്നെ ഒരു പ്രാക്ടീസ് എന്ന നിലയ്ക്ക് ഞാൻ ആ ഓട് മാറ്റി അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർ സഹായിച്ചു. പൊട്ടിയ ഓടൊക്കെ മാറ്റി അംഗനവാടിൻ്റെ മുകളിൽ കയറി. കാരണം മുകളിലോട് മാറ്റണമെങ്കിൽ അങ്ങനെ താഴെ നിന്നിട്ട് മാറ്റാൻ കഴിയില്ലെന്നുകൊണ്ട് മുകളിൽ കയറിയിട്ട് അത് ശരിയാക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ. ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് അംഗം, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ മുൻപ് പ്രവർത്തിച്ച പരിചയവും CK സുരേഷിനുണ്ട്. കുടുംബത്തിന്റെ പിന്തുണയും നാടിന്റെ സ്നേഹവുമാണ് തന്റെ ശക്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. A+ വിഷൻ, ചുങ്കത്ര. അഴകിൻ റാണി നീ മഹാറാണി മഹാറാണി, കനവിൻ റാണി എന്നും മഹാറാണി മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ.